കേൾക്കാം. ഓക്കെ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച വൈകിട്ട് ഈ 6 മണിയോടുള്ള ബന്ധത്തിൽ ഇന്ത്യൻ സമയത്ത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രിയ ജോയ്സ് നേതൃത്വം നൽകുന്ന ജൈറ മിനിസ്ട്രിയുടെ പേരിൽ നടത്തുന്ന ഈ മീറ്റിംഗിൽ എനിക്ക് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, അതുപോലെ എല്ലാ സഹോദരിമാർ, അതുപോലെ മാതാക്കളായവര്, പിതാക്കന്മാർ, പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നവര്, പ്രത്യേകിച്ച് പ്രിയ ജോയ്സ്, അങ്ങനെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ആരംഭമായിട്ട് അറിയിക്കുകയാണ്. ഈ മീറ്റിംഗില് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത പ്രിയ അന്നമ്മ ജോസ് ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. പ്രത്യേകം വന്ദനം പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത വിൽസൺ മാത്യു അവർ പ്രത്യേകം വന്ദനം പറയുന്നു. വളരെ അനുഗ്രഹമായ സർവീസ് ആയിരുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാന് പാട്ടുപാടാൻ പ്രത്യേകമായ ഒരു ടാലന്റ് ഇല്ലെങ്കിലും പാട്ട് വളരെ ആസ്വദിക്കുകയും പാടി പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഗാനങ്ങൾ വളരെ ശ്രദ്ധിച്ചു. ഒരു ആത്മസാന്നിധ്യം ആരാധനയിലുണ്ട്. അത് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ മീറ്റിംഗ് പ്രാർത്ഥനയോടെ ആരംഭിച്ച CP രാജു ഒമാൻ പ്രിയ അച്ചായനെ ഓർക്കുന്നു. ഞാൻ ഒമാനിൽ പാസ്റ്ററായി സേവനം ചെയ്ത ഒരു കാലമുണ്ട്. ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ജോയ്സിനെ ഞാൻ ഓർക്കുന്നു. ജോയ്സ് പറഞ്ഞതുപോലെ ഏതാണ്ട് 25 വർഷം ഞങ്ങള് പരിചയപ്പെട്ടിട്ട് 25 വർഷം കഴിയുന്നു. പ്രിയ ജോയ്സിന്റെ വീടിന്റെ അടുത്താണ് എനിക്ക് എൻ്റെ വൈഫിന്റെ വീട്. അങ്ങനെ ആയിരുന്നു. അവള് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഏകദേശം 25 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഞാൻ ജോയ്സിനെ അന്ന് കാണുന്ന സമയത്ത് ജോയ്സ് വളരെ രോഗത്തിലും വളരെ കഷ്ടത്തിലുമായിരുന്നു. എന്നാൽ രോഗശാന്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി വളരെ തീഷ്ണമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയാണ് ജോയ്സ്. ഞാൻ ജോയ്സ് പറഞ്ഞതുപോലെ ഞാൻ പിന്നീട് ആ ഭാഗം, ജോയ്സ് താമസിക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോഴേ ഞാൻ ആ ഭാഗത്ത് എത്തുകയുള്ളൂ. എന്നാൽ പിന്നീട് ഞാൻ ജോയ്സിനെ അങ്ങനെ കാണാറില്ല. പിന്നെ ജോയ്സ് പറഞ്ഞതുപോലെ പലപ്പോഴും വിവാഹത്തിനോ ആരുടെയെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനുകളിൽ യാദൃച്ഛ്യമായി കാണുമ്പോൾ ഒന്നുകിൽ ഞാൻ ജോയ്സിനെ കാണും, അപ്പോൾ ഞാൻ ജോയ്സിന്റെ അടുത്ത് ചെല്ലും, അല്ലെങ്കിൽ ജോയ്സ് എന്നെ കണ്ട് അടുത്ത് വന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ നമ്പർ മേടിച്ചു. ഈ ദിവസങ്ങളിൽ ജോയ്സ് പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ചതെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നിങ്ങളോടുകൂടെ ഈ സമയത്തായിരിക്കാൻ ഉള്ള അവസരം ഉണ്ടായത്. ഞാൻ പലപ്പോഴും രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ മരുന്നൊക്കെ എടുക്കുന്ന ആളാണ്. ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഞാൻ മരുന്നെടുക്കും. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ജോയ്സിനെ എപ്പോഴും ഓർത്ത് ഞാനൊരു വാക്ക് ജോയ്സിനെ കുറിച്ച് പറയാറുണ്ട്. പ്രൈസ് ലോർഡ്. കാരണം അന്നത്തെ ആ അവസ്ഥകൾ ഞാൻ നേരിൽ കണ്ട ആളാണ്. ജോയ്സ് ആ സമയത്ത് ഞങ്ങളെ വന്ന് കാണുന്നതും ജോയ്സിനെ ഞങ്ങൾ കാണുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ദൈവം വളരെ സർവശക്തനാണ്. ദൈവത്തിന്റെ അദൃശ്യമായ കരം ജോയ്സിനെ സ്പർശിച്ചുകൊണ്ടാണ് ഇന്നും ജോയ്സ് ആരോഗ്യമായിട്ട് ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ജോയ്സിന്റെ ഹസ്ബൻഡിനെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ജോയ്സിന്റെ കുഞ്ഞുങ്ങളെ അന്ന് ഒരു മോനേ ഉള്ളൂ. അതെല്ലാം ഞാൻ ഓർക്കുന്നു. കർത്താവ് ഇങ്ങനെയുള്ള ഒരു മിനിസ്ട്രി തന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നാൽ എനിക്ക് ജോയ്സിനെ ക്ഷണിക്കാനോ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. കർത്താവ് ഇനിയുള്ള അവസരങ്ങൾ നൽകട്ടെ.
പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഞാൻ ദിവസങ്ങളിലാണ് അറിഞ്ഞത് തന്നെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 41 ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കാം. എനിക്ക് സമയം നൽകിയത് ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ വേഗത്തിൽ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് സന്ധ്യാസമയം, രാത്രിയുടെ ആരംഭം, ഞാൻ കർത്താവിന്റെ വചനം സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ദൈവവചന ധ്യാനങ്ങളാണ് ഇന്ന് രാത്രിയിൽ സന്ധ്യാസമയം ഞാൻ പ്രസംഗിക്കുന്നത്. നാം ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വചനത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞാൻ പലപ്പോഴും കണ്ട് അനുഭവിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു കർത്തൃദാസനാണ്. അതുകൊണ്ട് ഇത്രയും വർഷങ്ങള് ഞാൻ ശുശ്രൂഷയിൽ കർത്താവിനെ നിലനിർത്തി. ഏതാണ്ട് 35 വർഷത്തോളമായി ഞാൻ ഇടയ ശുശ്രൂഷ, സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ IBCയുടെ പമ്പാടി സെന്ററിലാണ് കർത്താവിന്റെ വേല. ആ സെന്ററിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ. ഈ സെന്ററിൽ തന്നെയാണ് 35 വർഷങ്ങളോളം ഞാനാകുന്നു ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഞാൻ സഭാചാർജിൽ പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ തിരിച്ച് വീണ്ടും ഈ സെന്ററിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് മണർകാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്താണ്. അരീപ്പറമ്പ് എന്ന് പറയും. ഇതൊരു പെന്തക്കോസ് ഏരിയയിൽ വളരെയധികം ദൈവസഭകളുള്ള ഒരു കൂടിവരവാണ്. ഏകദേശം 80-ൽ അധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദൈവസഭയാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ. അങ്ങനെ സഭയിൽ ഇപ്പോൾ 3 വർഷം ഞാൻ ശുശ്രൂഷ തികഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ടേണിലും സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയെന്ന് അറിഞ്ഞുകൊണ്ട്. എങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഒരു കുറിവാക്യം വായിക്കുന്നത്. നമുക്ക് വളരെ സുപരിചിതമാണ്. 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും സമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ നിന്ന് ആണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യയിൽ കർത്താവിന്റെ വചനം പറയുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സമയം ഒരു സന്നിധിയിൽ ആകാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത എല്ലാവർക്കുമായി ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്യുക. എങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്തില്ലെങ്കിലും നിങ്ങളും പ്രാർത്ഥനയിൽ എന്നോട് കൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സഹകരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷങ്ങൾ യേശുവിന്റെ ചരിത്രങ്ങളാണ്. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു എത്ര ദിവസം ജീവിച്ചിരുന്നു എന്ന് തുടങ്ങുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി. ഏതാണ്ട് 40 ദിവസങ്ങൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായി. അങ്ങനെ കർത്താവ് അപ്രത്യക്ഷനായി. ഈ 40 ദിവസത്തെ ചരിത്രം നമുക്ക് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതും അവൻ വീണ്ടും മടങ്ങി വരുന്നത് എന്നൊരു ഭാഗം പറഞ്ഞാണ് 1-ാം അധ്യായം അവസാനിക്കാനൊക്കെ ഒരുങ്ങുന്നത്. ഞാൻ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് അപ്പോസ്തോലിക പിതാക്കന്മാരിലൂടെ ആ കാലഘട്ടത്തിലും ഇന്നും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, അതാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലും നാം പരിശോധിച്ചാൽ അസാധാരണമായ ദൈവശക്തിയാണ് സാധാരണക്കാരായവര്, പഠിപ്പില്ലാത്തവര്, അപ്പോൾ തന്നെ വിദ്യാഭ്യാസം ഉള്ളവര്,
സമൂഹത്തിൽ സ്ഥാനങ്ങൾ അലങ്കരിച്ചവരെവരെയൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പ്രത്യേക തലത്തിൽ ദൈവം ഉപയോഗിച്ച പ്രത്യേകമായ ശുശ്രൂഷകളാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. നാം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവസഭയുടെ സ്ഥാപനം, ദൈവസഭയുടെ ആരംഭം പരിശുദ്ധാത്മാവിനാൽ സഭാസ്ഥാപനമാണ് 2-ാം അധ്യായത്തിലെ വിഷയം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യക്ഷമായി തുടങ്ങുന്നു. അങ്ങനെ ഈ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രവർത്തനങ്ങളും അസാധാരണമായ ദൈവശക്തിയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കൂടി കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവസഭയുടെ ചരിത്രമാണ്, ദൈവസഭയുടെ പ്രവർത്തനങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത അപ്പോസ്തലിക പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ അവർ നേടിയെടുത്ത വിടുതലുകൾ, അത്ഭുതങ്ങൾ, തടസ്സങ്ങളെ അതിജീവിക്കുന്നത്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതെല്ലാം ഈ പുസ്തകത്തിന്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പുസ്തകവുമായി പഠന മേഖലയെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാം. എന്നാൽ ഞാൻ സമയം വളരെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഭാഗത്തേക്ക് വരട്ടെ. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഈ 40 ദിവസങ്ങളിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന വലിയ വാഗ്ദത്തം സുവിശേഷങ്ങളിലൊക്കെ ആ വാഗ്ദത്തത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തത്തെ കുറിച്ച് 1-4 വാക്യത്തിലുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നൊരു വാഗ്ദത്തമാണ്. അത് ലൂക്കോസ് 24:49 ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:39 വാക്യത്തിലുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതിന്റെ 39 വാക്യത്തിൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിലൊക്കെ ആ വാക്യം സൂചിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വലിയ വാഗ്ദത്തത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 2:14 വാക്യത്തിൽ നമുക്ക് കാണാം. 3:14 കാണാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നാണ്. ഒരു വലിയ ശക്തി. പരിശുദ്ധാത്മാവ് ശക്തി എന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലെ എല്ലായിടത്തും, നിങ്ങളെ സമര്യയില് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. അപ്പം ഭൂമിയുടെ അറ്റത്ത് 100 വർഷത്തിനുള്ളിൽ അന്ന് സുവിശേഷം എത്തിയെന്നാണ് ഞാൻ സഭാചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അന്ന് ഭൂമിയുടെ അറ്റം എന്ന് പറയുന്നത് റോം ആയിരുന്നെന്ന്. ആ റോമിൽ അന്ന് സുവിശേഷം എത്തി 100 വർഷത്തിനുള്ളിൽ എത്തിയെന്നാണ്. ഇന്ന് ലോകത്തിന്റെ അറ്റം എന്ന് പറയുന്നത് ചിലി എന്ന് പറയുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് ശക്തമായൊരു ഉണർവ് നടക്കുന്നുണ്ട്. അവിടെയും സുവിശേഷം എത്തി എന്നാണ്. അപ്പൊ നാം പ്രസംഗിക്കപ്പെടുന്ന ഈ സമയത്ത് കേൾക്കുമ്പോൾ
സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിയെന്ന് പറഞ്ഞാൽ 100 വർഷത്തിനുള്ളിൽ തന്നെ എത്തി. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ആത്മശക്തി അനുഭവിച്ച ആമേൻ ആളുകൾ സുവിശേഷത്തിന്റെ സാക്ഷികളായി ഇന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അറ്റത്തെത്തി കഴിഞ്ഞിരിക്കുക. അപ്പൊ ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രസംഗിക്കുവാൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി, പരിശുദ്ധാത്മാവ് ശക്തി എന്നല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഭവം ദൈവജനത്തിൽ വരുമ്പോൾ ആ ദൈവജനത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവശക്തി എന്ന്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4:33 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നതാണ്. അപ്പൊ അവരിൽ വ്യാപരിച്ച ശക്തി മഹാശക്തിയായി, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പവറായി. നമുക്കത് അളക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയല്ല. നമുക്ക് ചിലപ്പോൾ കണ്ണുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ആ വചനം ഇങ്ങനെ വായിക്കുമ്പോൾ ആ ശക്തിയെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തി എന്ന ആ ഭാഗം ഇങ്ങനെ 1:10-19 പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞ അളക്കാൻ പറ്റാത്തതായ ഒരു ദൈവശക്തി. അതിന്റെ 3:20 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അപ്പൊ ആ ശക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തി എന്ന വചനം പറയുക. പൗലോസ് 1 കൊരിന്ത്യ ലേഖനം താൻ എഴുതുമ്പോൾ ആ ശക്തിയെ കുറിച്ച് പൗലോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. അപ്പൊ ദൈവശക്തി എവിടെ ആരിൽ വരുന്നുവോ, പരിശുദ്ധാത്മാവ് എവിടെ വരുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരിൽ വരുന്നുവോ അവരിൽ ഒരു പ്രദർശനമുണ്ട് ആ ശക്തിക്ക്. ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടായ്മകളിലൊക്കെ ഞാന് പഴയ പെന്തക്കോസ്തുകാരുടെ ഒരു ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പോഴത്തെ പെന്തക്കോസ്ത് അനുഭവങ്ങൾ എനിക്ക് അത്ര പോരാ. അതുകൊണ്ട് എൻ്റെ ആ തലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പഴയ പെന്തക്കോസ്ത് സഭകളിൽ പെന്തക്കോസ്ത് സഭകൾ തന്നെ അറിയാം ആളുകൾക്ക്. കാരണം അവിടെ കൊട്ടും ശക്തിയായ ആരാധനയും അന്യഭാഷ പറയൽ ഇതൊക്കെ ഉള്ള ഒരു സഭകളായി അന്നത്തെ സഭകൾ. എന്നാൽ ഇന്നത്തെ സഭകളിൽ കൈകൊട്ടില്ല. ഇപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറയുന്നെങ്കിലും ആളുകള് അത്രമാത്രം അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. അന്യഭാഷ പറയുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സഭകളിൽ കുറഞ്ഞു കഴിഞ്ഞു. ആത്മാവിന്റെ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ കുറഞ്ഞു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം, ആ ദൈവശക്തികൾ ഇന്ന് വേണ്ട വിധത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. 2 കൊരിന്ത്യരിൽ പൗലോസ് പറയുന്നത് ആ ശക്തിയെ കുറിച്ച് ഇങ്ങനെയാണ്, കോട്ടകളെ ഇടിപ്പാനുള്ള ശക്തി എന്ന്. എഫേസ്യർ 6:10 ആ വാക്യം ഇങ്ങനെയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാ? പൈശാചിക ലോകത്തോട് അതിജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം, എന്നെ ശ്രദ്ധിക്കുന്ന ഈ സ്ക്രീനിലുള്ള ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്നവരോട്
ഞാൻ പറയട്ടെ, വലിയ പരിശുദ്ധാത്മ ശക്തി നമ്മൾ ഈ നാളുകളിൽ അനുഭവിക്കണം. അത് നാം വിശ്വാസത്താൽ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാ ശക്തിക്ക് വേണ്ടി നാം കാത്തിരിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ അനുഭവം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങൾക്കൊരു ശക്തിയുണ്ട്. ആ ശക്തി ഈ നാളുകളിൽ വിശ്വാസത്താൽ ഏറ്റെടുക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സൂമിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ ആത്മശക്തിയുടെ വലിയ സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പൗലോസ് തെസ്സലോനിക്കയിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ബഹുനിശ്ചയത്തോടെ വചനത്തിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവോടുകൂടി വചനം സംസാരിക്കുമ്പോൾ അവരത് ശ്രദ്ധിച്ചത് സാക്ഷാൽ ആകുന്നതായിട്ട് അവർ കണ്ടു. അവർ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിച്ചവരുടെ ഇടയിലേക്ക് ആ ആത്മശക്തി ശക്തിയോടെ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഈ ദൈവശക്തി ഈ സ്ക്രീനിൽ കൂടെ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവശക്തി ഉള്ളങ്ങളിലേക്ക് വ്യാപരിക്കും. ഞാൻ എന്റെ ഭാഗം അങ്ങനെ ചുരുക്കട്ടെ. ഒന്ന്, ആത്മശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ. രണ്ട്, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോ പ്രാർത്ഥന ആണ് പരിശുദ്ധാത്മാ അനുഭവത്തിന്റെ മറ്റൊരു പ്രത്യേകത. അവിടെ 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ട്, യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ശിഷ്യഗണങ്ങളും യേശുവിന്റെ അമ്മയൊക്കെ പരിശുദ്ധാത്മാ അനുഭവത്തിന് വേണ്ടി, വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു കാത്തിരിപ്പ് അവിടെ കാണാൻ കഴിയും. അവിടെ അവർ ആ വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന് കാണുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 14-ാം വാക്യത്തിലേക്ക് അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒരു മനപ്പെട്ട് അവർ പ്രാർത്ഥിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ കാണാം, അതിന്റെ 2:42 ഉണ്ട്, അവർ പ്രാർത്ഥന കഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, 30-31 വാക്യങ്ങളിൽ അവർ പ്രാർത്ഥിച്ച വിധം പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഇരുന്ന സ്ഥലത്ത് കുലുക്കമുണ്ടായി എന്ന് വായിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു 19 അധ്യായങ്ങൾ വരെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ഇനിയും കാണും, അതിന്റെ അടുത്തുണ്ട്, നിങ്ങൾ വായിച്ചാൽ. എന്നാൽ പ്രത്യക്ഷ തരത്തിലുണ്ട്. അപ്പൊ ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ നിലനിന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമായിരുന്നു. വിശ്വാസികൾ ഒന്നടങ്കം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും അവർ പ്രാർത്ഥിച്ചു. വിശ്വാസത്തിനുള്ള നിലനിൽപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രതികൂലങ്ങൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചു. രോഗശാന്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നു. സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഖേദത്തോടെ ഈ സൂമിലുള്ളവരോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥന അനുഭവങ്ങൾ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ശരിക്കും പ്രാർത്ഥന? പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പ്രാർത്ഥിക്കാത്ത വ്യക്തി വരണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കാത്ത വ്യക്തിയിൽ ആരാധന അനുഭവങ്ങളില്ല. പ്രാർത്ഥിക്കാത്ത വ്യക്തിയിൽ ആത്മസാന്നിധ്യങ്ങളില്ല. പ്രാർത്ഥിക്കാത്ത വ്യക്തി ജഡീക തലങ്ങളെ ആയിരിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ദൈവവുമായിട്ട് ബന്ധം നിലനിർത്തുന്ന ഒന്നാണ് പ്രാർത്ഥന.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വാസത്താൽ പ്രാപിക്കുന്നതിനുള്ള ഒരു പാളം, ഒരു വഴിയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന. പ്രാർത്ഥന ഒരിക്കലും ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ശരീരക്ഷീണമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് ഒരു ദിവസം ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പ്രാർത്ഥന മുടങ്ങിയാൽ പ്രശ്നം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ നിലയിലുള്ള പ്രാധാന്യതയുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് തിരുവെഴുത്തിലുണ്ട്. ശരിയായ മാനസാന്തരത്തിന്റെ ശരിയായ ലക്ഷണമാണ് പ്രാർത്ഥന. അനുതാപ ഹൃദയത്തിന്റെ ശരിയായ ഒരു അനുതാപ ഹൃദയത്തിന്റെ താഴ്മയെ കാണിക്കുന്നതാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരായി മാറണം നാം. ഈ നാളുകളിൽ നമ്മുടെ സഭകളിലൊക്കെ പ്രാർത്ഥനകൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഉപവാസങ്ങളും പ്രാർത്ഥനകളും സഭകളിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. ഉപവസിക്കുന്ന സഭകൾ, ഉപവാസങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. എന്തിനു പറയുന്നു? കർത്തൃദാസന്മാർ പോലും ഉപവാസം വയ്ക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വളരെ അകന്നാണ്. ഉപവസിക്കുന്നവരുടെ എണ്ണം സഭകളിൽ ഉപവാസം ക്രമീകരിച്ചാൽ കുറഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഏത് വിഷയത്തിനും പ്രാർത്ഥനയായി, ഉപവാസ പ്രാർത്ഥനയായി. വീട് പണിയാൻ ആഗ്രഹിച്ചാൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഒരു ഉപവാസം, വിവാഹം കഴിപ്പിക്കുവാൻ തലമുറയോടുള്ള ബന്ധത്തിൽ അത് ദൈവഹിതമാണോ, അത് അനുഗ്രഹമാണോ എന്നറിയാൻ ഒരു ഉപവാസം, വാഹനം മേടിക്കുന്നതിന് അത് ദൈവഹിതമാണോ അതിനൊരു ഉപവാസം, വിവാഹം കഴിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവരനുഗ്രഹിക്കപ്പെടുവാൻ അതിനൊരു ഉപവാസം. ചുരുക്കി പറഞ്ഞാൽ ഉപവാസം ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ പെന്തക്കോസ് ഭവനങ്ങളിൽ ഇല്ലായി. എന്നാൽ ഇന്ന് പണവും സൗകര്യവും, ഉപവാസമില്ല, ആലോചനയില്ല, അതിൻ്റെതായ ഭവിഷ്യത്തുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു. രോഗികളുടെ എണ്ണം ഇന്നത്തെ സഭകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 40-50 വർഷം മുൻപുള്ള അന്ന് രോഗമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് രോഗികൾ ആയവർ രോഗസൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാൻ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എണ്ണപൂശി പ്രാർത്ഥിക്കുമായിരുന്നു, ആത്മശക്തിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ പ്രാർത്ഥന വളരെ കുറഞ്ഞു പോയി. ഇന്ന് രാത്രി സൂമിൽ വചനം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി പറയുക, നാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകൾക്ക് വേണ്ടി വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കണം. കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുവാൻ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവവേലക്കാർ നിലനിൽക്കുവാൻ ശക്തിയോടെ പ്രാർത്ഥിക്കണം. വിശ്വാസ സമൂഹം നിലനിൽക്കുവാൻ ശക്തിയോടെ പ്രാർത്ഥിക്കണം. പണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോവുകയില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സൂമിൽ ഞാൻ പ്രസംഗിക്കുകയാണ്, ഞാൻ പറയുകയാണ്, വളരെയധികം ആളുകൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവര് CSIയിലോട്ട് പോകുന്നവരുണ്ട്, മാർത്തോമാ സഭയിലോട്ട് ഒഴുകുന്നവരുണ്ട്, അതുപോലെ പഴയ പള്ളികളിലേക്ക് പോകുന്നവരുണ്ട്. അവർ വിശ്വാസം വിട്ടുപോവുകയാണ്. ശക്തമായൊരു പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ഇന്ന് രാത്രി സൂമിൽ വചനം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ശക്തമായി ഓർമ്മിക്കട്ടെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത
ഒരു ക്രിസ്തീയ ജീവിതമില്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, നിൽക്കുവാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ വിമർശിക്കുകയല്ല, പ്രതികരിക്കുകയല്ല, ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാനൊരു ആലോചന പറയുക. ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് ദൈവസഭകൾ മടങ്ങി വരണം. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ ഇടയിലെ കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയി. നമ്മുടെ സഭകളിലുള്ള പ്രാർത്ഥനകൾ പലതും മുടങ്ങിപ്പോയി. പലയിടത്തും ആളുകൾ പ്രാർത്ഥിക്കുന്നില്ല. ബൈബിൾ റീഡിങ് തന്നെ ഇല്ല, ബൈബിൾ വായന തന്നെ ഇല്ല. വായനയില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, വിശുദ്ധ ജീവിതമില്ല. ഇതിന്റെ പേരിന് ആളുകൾ ഇന്ന് സംഘടനാ തലത്തിൽ എന്ന പോലെ മനുഷ്യൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ പറയാം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കലാണ്. എത്രത്തോളം നമുക്ക് ഒരുക്കപ്പെടാൻ കഴിയുമോ, എത്രത്തോളം വിശുദ്ധരായി ജീവിക്കാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തോടും ദൈവവചനത്തോടും അടുക്കാൻ കഴിയുമോ, ആ നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ സകല ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ വിട്ട് കിട്ടുന്ന സമയങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ തലമുറയിൽ ഒരു തലമുറയെ ദൈവം ശക്തമായി എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ശക്തമായ ഒരു ആലോചന പറയുക. മൂന്നാമത്തെ കാര്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴാണ്. അവിടെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിലെ ആത്മപകർച്ചയുടെ അനുഭവങ്ങളാണ്. ഞാൻ അത് നിങ്ങളുടെ പരിചയത്തിന് 3-4 കാര്യങ്ങൾ എടുത്തു പറയാം. 1, പരിശുദ്ധാത്മാ സ്നാനം. 2, അഗ്നിസ്നാനം. 3, അഭിഷേകം. 4, ആത്മനിറവ്. 5, അന്യഭാഷകൾ. ഇത്രയും കാര്യങ്ങൾ ആ 4 വാക്യത്തിലുണ്ട്. അത് തിരുവചന ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടക്കുന്ന കാര്യമാണ്. ദൈവസഭയെ ആത്മസ്നാനം കൊണ്ട് നിറച്ചിരിക്കുക. കർത്താവ് പറഞ്ഞ് കാത്തിരിക്കണമെന്ന്. എന്നാൽ ഇന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. എന്നാൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാനുഭവം പ്രാപിക്കേണ്ടതിനായിട്ട് വ്യക്തിപരമായിട്ട് അവൻ ഇരിക്കുമ്പോൾ അവനെ ദൈവം ആത്മസ്നാനത്തിൽ നിറച്ച് അഗ്നിസ്നാനോ അവനിലേക്ക് പകരും. അതെല്ലാം ഒന്നിച്ച പിന്നീട് അവനിലേക്ക് പകരുന്ന മറ്റൊരു തലമാണ് അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട പ്രത്യേക ശക്തിയാണ് ഈ അഭിഷേകം. അങ്ങനെ അഭിഷേകത്തിലേക്ക് വരും. അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിൽക്കുന്ന ആത്മനിറവ. ഈ അഭിഷേകം നമുക്ക് അതാത് സമയത്ത് ലഭിക്കും. ആത്മനിറവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മനിറവിൻ ജീവിതമാണ്. ആത്മസ്നാനം ഒരിക്കൽ, അഗ്നിസ്നാനം ആ കൂട്ടത്തിലുണ്ട്. അഭിഷേകം ശുശ്രൂഷയുടെ മുഖത്ത് ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണ്. അഭിഷേകം ഒരു പ്രത്യേക ശക്തിയാണ്, ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആത്മനിറവിൽ നമ്മൾ എപ്പോഴും നിൽക്കണം. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മനിറവിലാണ്. ആത്മനിറവ് ഉള്ളവരിലാണ് ആത്മശക്തി വെളിപ്പെടുന്നത്. അഭിഷേകം ഉള്ളവരിലാണ് ആത്മനിറവ് നിൽക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അവിടെ 2-ന്റെ 4-ാം വാക്യത്തിലുണ്ട്. എനിക്ക് ആ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഒത്തിരി സമയങ്ങൾ വേണം. ഞാൻ 4-ാം വാക്യം മാത്രം പറയാം. ഇത്രയും അനുഭവമുള്ള ആളിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഒരടയാണ് അന്യഭാഷയാണ്. അത് പെന്തക്കോസ്ത് സ്ഥലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ അത് വിശ്വസിച്ചു, അങ്ങനെ അത് പഠിപ്പിച്ചു. ഇനി 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ കാണാം. 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ ഭാഗത്തും അത് എഴുതിയിട്ടുണ്ട്. 22-ാം വാക്യം.
അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന വിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കത്രേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു കാലത്ത് അവിശ്വാസികളായിരുന്നു നാം. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മിൽ തന്നിരിക്കുന്ന അടയാളം അത് അന്യഭാഷയാണ്. അപ്പൊ അന്യഭാഷ അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ അവർ അന്ന് സംസാരിച്ചു, ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ. അത് ആരാധനയിൽ, വചനം പ്രസംഗിക്കുമ്പോൾ, അത് പ്രാർത്ഥിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒക്കെ ആത്മനിറവുണ്ടോ? ആത്മനിറവിൽ അന്യഭാഷ പറയും. ഇത് നമ്മുടെ സഭകളിലൊക്കെ അന്യഭാഷ അടയാളം വളരെ കുറഞ്ഞു. പഴയതുപോലെ കാത്തിരിപ്പ് യോഗവും ഇല്ല, കാത്തിരിപ്പ് യോഗം നടത്താനും ആളില്ല. അഭിഷേക പകർച്ചകൾ കുറഞ്ഞു. ഞാൻ പല സഭകളിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സഹോദരിമാര് സഭയിൽ കൈകൊട്ടുകയും ആരാധിക്കുകയും പാട്ടുപാടുകയും അന്യഭാഷ പറയുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സഹോദരന്മാരുടെ ഗതി എന്തായി? ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ സഹോദരന്മാരെന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രതികൂലമല്ല, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. ചിലര് കൈകൊട്ടുകയും അന്യഭാഷ പറയുകയും ആരാധിക്കുകയും ചെയ്യും. ഈ പാസ്റ്റർമാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അന്യഭാഷ പറയുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മനിറവില്ല ശുശ്രൂഷകളിൽ, ആത്മശക്തിയില്ല. ഞാൻ പലപ്പോഴും യോഗങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ദേവദാസന്മാർ പോലും കൈയടിക്കുകയില്ല, പാട്ടുപാടുകയില്ല. എന്നാൽ അവര് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും ആരാധിക്കാൻ പറയും. ഞാൻ വിമർശിക്കുകയല്ല, നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ വ്യത്യസ്തനായതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ഞാൻ ഏത് യോഗത്തിലും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാവിലെയും ഞാൻ പൊതുവേദിയിൽ യോഗത്തിൽ അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണ്. അവിടെയും ഞാൻ ആരാധിച്ചു, ഇവിടെ ആരാധിക്കുക. ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ, ആത്മസാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ആരാധനയിൽ ആത്മനിറവിൽ നമ്മൾ ആത്മസാന്നിധ്യം അനുഭവിക്കണം. ആത്മസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവ ശബ്ദങ്ങൾ കേൾക്കും. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് എത്ര പേരോട് വചനത്തിലൂടെ ദൈവം എത്രയോ അരുളപ്പാടുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്കതറിയാം. അപ്പൊ അന്യഭാഷ പറഞ്ഞുള്ള ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നതായ അന്യഭാഷകൾ ആരാധനയിൽ ഉച്ചരിക്കണം. ഞാൻ ഈ സൂമിൽ വീഡിയോ ഓഫ് ചെയ്താണ് ഞാൻ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഞാൻ ആരാധനയിൽ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്യഭാഷ പറഞ്ഞു. ആ വിൽസൺ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ആരാധന ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഈ നാളുകളിൽ ഈ നാവിന്റെ കെട്ടുകളൊക്കെ ഒന്ന് അഴിഞ്ഞ്, നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ്, യേശു നാവിനെ തൊട്ടപ്പോൾ കെട്ടഴിഞ്ഞെന്നും ചെവി തുറന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാം കെട്ടുകൾ അഴിഞ്ഞ് ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും അന്യഭാഷയിൽ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിച്ച് ഒരാത്മീക വർധന പ്രാപിച്ച് ഓരോ കുടിവരവുകളിലും ഓരോ യോഗങ്ങളിലും ഒരാത്മശക്തിയെ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചാൽ ആ സഭയിൽ ഉണർവ് ആരംഭിക്കാൻ പോവുകയാണ്. അഭിഷേകം പകർച്ചയുണ്ട്. ഇത് നമ്മൾ മയങ്ങിയും ക്ഷീണിച്ചും തളർന്നും മഹാ ഉഴപ്പനായി മാറുകയാണ് ഇന്നത്തെ നമ്മുടെ ലോകം. എന്നാൽ ആത്മനിറവിലൊന്ന് ആരാധിക്കട്ടെ, ആത്മശക്തിയിലൊന്ന് ആരാധിക്കട്ടെ. ശക്തമായ ദൈവിക വിടുതലുകൾ കേട്ടു. ഞാൻ ഇന്ന് രാത്രിയിൽ അത്ര സ്ഫുടമായി നിങ്ങളോട് സംസാരിക്കും. എനിക്ക് ശക്തമായ 2 വിടുതലുകൾ ആത്മശക്തിയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ പരിശുദ്ധാത്മാ അനുഭവം പ്രാപിച്ച നാളിൽ ആത്മശക്തിയിൽ എനിക്ക് ലഭിച്ചതാണ് ഇത്രയും സ്ഫുടത സംസാരത്തിൽ കിട്ടിയത്. 2, ഞാൻ പിന്നീട് ശരീരത്തിൽ ക്ഷീണിതനായ സന്ദർഭത്തിൽ എനിക്ക് ശ്വാസമെടുക്കുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ജോയ്സിന് ഒരു പക്ഷേ ആ കാര്യം അറിയത്തില്ല, അത് വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യമാണ്.
അന്ന് ഞാൻ കാർഡിയോ തൊറാസിക് സർജറിക്ക് വരെ ഡോക്ടർ എന്നെ റെഫർ ചെയ്ത സന്ദർഭങ്ങൾ. ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ ഞാൻ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ വ്യാപരിച്ച ദൈവശക്തിയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആ സൗഖ്യം അനുഭവിച്ച ആളാണ്. എൻ്റെ ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ ഞാൻ രോഗം വരും, കഷ്ടതകളൊക്കെ ഉണ്ട്, മരുന്നെടുക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു സൗഖ്യം എനിക്ക് എപ്പോഴും ദൈവത്തിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കുന്ന സന്ദർഭങ്ങളിൽ ക്ഷീണിതനായി പ്രസംഗിച്ചാലും ആ സമയത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയാണ് എനിക്ക് വിടുതലുകളുണ്ട്. ഇന്ന് ഈ സന്ധ്യാസമയം ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ, ആത്മശക്തി നമ്മൾ വ്യാപരിക്കണം. ശക്തമായ ആത്മനിറവ് നമ്മിൽ ഉണ്ടാകും. ശക്തിയായ അന്യഭാഷകൾ പറയണം. അന്യഭാഷകൾ പറയുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയും, പൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടും. മാനുഷികമായ ഒരു ബുദ്ധിയല്ല അവിടെ വ്യാപരിക്കുന്നത്. അസാധാരണമായ ഒരു ദൈവശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം വ്യക്തികളെ വിടുവിക്കുന്ന ദൈവശക്തിയാണ്. അന്യഭാഷ പറയണം. ഈ സോം പ്ലാറ്റ്ഫോമിലുള്ള എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ ചിലരെ ഞാൻ കാണുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ഒരവസരം ഇനിയും ലഭിച്ച നിങ്ങൾ ശക്തിയോടുകൂടെ ഈ കർത്താവിനെ ആരാധിക്കുന്ന ആത്മനിറവിലേക്ക്, ആത്മശക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ഇതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അടങ്ങിയിരിക്കുന്നതല്ല, മൗനമായിട്ടിരിക്കുന്നതല്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്തൊരു പ്രദർശനമുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു സൗഖ്യമുണ്ട്, അതിനകത്തൊരു ദൈവ ശബ്ദമുണ്ട്, അതിനകത്തൊരു ആരാധനയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് ആ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ധാരാളം വചനഭാഗങ്ങളുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുന്ദര എന്ന ദേവാലയ ഗോപുരത്തെങ്കിലെ ഭിക്ഷക്കാരന്റെ സൗഖ്യം, അമ്മയുടെ ഗർഭത്തിൽ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കതൊക്കെ അറിയാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രവൃത്തിയും വിശ്വാസികളിലേക്ക് അത് ശക്തിയായിട്ട് വ്യാപരിക്കും. അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ മാത്രം ഞാൻ പറയാം. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചെന്നല്ല, എഴുന്നേൽക്കാനായിട്ട് കരം കൊടുത്ത്, വിശ്വാസത്താൽ കരം കൊടുത്തപ്പോൾ അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവൻ കുതിച്ചെഴുന്നേറ്റെന്ന, കുതിച്ചെഴുന്നേറ്റു. അപ്പം പത്രോസിന്മേൽ വ്യാപരിച്ച ആത്മശക്തിയാകുന്ന അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് 6 അടിയിൽ ഏറെ പൊക്കമുള്ള ആളാണ് ഞാൻ. അതിനനുസരിച്ചുള്ള വെയിറ്റും എനിക്ക്. അപ്പൊ എൻ്റെ ഒപ്പം ആരോഗ്യമുള്ള ഒരു ദൃഢാഗാത്രനായ മനുഷ്യൻ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് പോയത് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ആ കൂടിവരവിലെ കൂട്ടായ്മയിൽ വിശ്വാസികളും അവിടുത്തെ കർത്തൃദാസനും കൂടെ ചേർന്ന് ശക്തിയായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട് ഞാൻ ആ പ്രാർത്ഥനയിലുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ മനുഷ്യനെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയി. എന്നാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കണ്ടു, ആ മനുഷ്യൻ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ വ്യക്തിക്ക് ഒരു ചട്ടുപോലും. കഴിഞ്ഞ ദിവസം കണ്ടതായ ആളുകളെ കൈകോർത്ത് എടുത്തോണ്ട് വന്ന് കസേരയിൽ ഇരുത്തിയ, ഈ കസേരയിൽ ഇരിക്കുമ്പം കുനിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനിലേക്ക് വ്യാപരിച്ച ഒരു ശക്തി, ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഇന്ന് രാത്രിയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ മർക്കോസിൽ ഇത് എഴുതിയിട്ടുണ്ട്. 16, 17, 18 വാക്യങ്ങളുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കരം വെച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. പത്രോസ ഇത് കണ്ടു. പൊന്നുമില്ല വെളിയുമില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാണ് തരുന്നെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തോടെ കരം കൊടുത്തു. അവൻ കുതിച്ചെഴുന്നേറ്റു, അവൻ തുള്ളിച്ചാടി, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നാം കർത്താവിന്റെ വചനത്തിലുണ്ട്. പ്രിയമുള്ളവരോട് ഞാൻ പറയാം, ഈ നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ നാം സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഈ തലമുറയിൽ ഇന്ന് രാത്രിയിലും ഈ വചനം കേൾക്കുന്നവരിലൂടെ വലിയ ദൈവശക്തിയുടെ വിടുതലുകൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്തെടുക്കുമെന്ന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ഞാനൊരു ആലോചന പറയുക. യേശു ജീവിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുമ്പോഴും ആ കരം ശക്തിയോടെ നമ്മുടെ മധ്യത്തില് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശക്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രോഗികളായവരുടെ മേൽ തൊട്ട് സൗഖ്യമാക്കുന്ന വിശ്വാസത്തിന്റെ കരം ശക്തമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുക. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇടയിൽ നടക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഇന്ന് രോഗശാന്തി പ്രാർത്ഥന ഇല്ലല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് ആളുകളെ ക്ഷണിക്കുന്ന കൂട്ടായ്മകൾ ഇല്ലല്ലോ. കൺവെൻഷൻ വേദികളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലല്ലോ. സഭകളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലല്ലോ. വിശ്വാസം വളരെ കുറഞ്ഞു പോയി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കാം, ഒന്നുകൂടെ ദൈവത്തോട് അടുത്തു വരാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ തിരുവചനം എഴുതിയിരിക്കുന്നത് പോലെ, യഹോവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും ദൈവവചനത്തിന്റെ ആ നിലനിൽപ്പിലുള്ള ആ ശക്തമായ നിലനിൽപ്പും ശക്തമായ ആരാധനയും ശക്തമായ അഭിഷേകവും ഈ കാലഘട്ടത്തിൽ ദൈവമേ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ സ്ക്രീനിലുള്ളവർ ദയവായി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥന അനുഭവങ്ങളെ, വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ നാളുകളെ ഒന്ന് ഓർത്തിട്ട്, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകിയ വിടുതലുകളെ ഓർത്ത് ഈ നാളുകളിൽ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ആത്മനിറവിൽ അന്യഭാഷകൾ പറഞ്ഞ് ആരാധിച്ചപ്പോൾ സഭകൾ ഉണർന്ന നാളുകൾ, സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ സാക്ഷ്യവാചകങ്ങളേക്കാൾ അന്യഭാഷകൾ പറഞ്ഞ് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സഭകൾ ഉണർത്തപ്പെട്ടതുപോലെ ഈ നാളുകളിൽ വിശ്വാസത്തിന്റെ പാതയിലേക്ക് ചില വിടുതലുകൾ ശക്തമായി നടക്കത്തക്ക നിലയിൽ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഒന്നിച്ചെടുത്തു വരാം. കർത്താവി വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന പ്രിയ ജോയ്സിനോടും ഈ ഗ്രൂപ്പിൽ സംബന്ധിച്ച് എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്.
കർത്താവിന്റെ പ്രേക്ഷായ്ച്ചാനിലൂടെ കേൾപ്പിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ദൈവത്തിന്റെ ആലോചന സ്തോത്രം നമുക്കെല്ലാം വളരെ വളരെ പരിചയപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളാ കേട്ടെ. പക്ഷേ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെയും താൻ കടന്നുപോയ വഴികളിലൂടെയും താൻ ആർജിച്ചെടുത്ത ദൈവത്തിന്റെ ശക്തിയുടെ ആ അനുഭവങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടപ്പോ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് ശക്തിയോടെ ബലപ്പെട്ടോ എന്നുള്ളത് നമ്മിൽ തന്നെ ഒന്ന് നോക്കണം. അതോ ഇത് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ ചേമ്പലെ വെള്ളം ഒഴിച്ചതൊക്കെ പഴയ കാലത്ത് പറയുമല്ലോ, അതുപോലെ ഇത് നമ്മുടെ അകത്തോട്ട് കയറിയോ എന്നുള്ളത് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുകയായിരുന്നു. കാരണം എന്റെയൊക്കെ ചെറിയ പ്രായങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, കമാങ്ങാനം ജോസഫ് അപ്പച്ചന് അതുപോലെയൊക്കെയുള്ള പ്രായമുള്ള എന്റെ പപ്പ ശുശ്രൂഷിക്കുന്ന സഭകളില് ഇങ്ങനെ കാത്തിരിപ്പ് യോഗം വെക്കാറുണ്ട്. അപ്പൊ ആ കാത്തിരിപ്പ് യോഗത്തിനാണ് അഭിഷേകം പ്രാപിക്കുന്ന ആ ഒരു എന്തോ ഒരുക്കമായിരുന്നു. നേരത്തെ വന്ന് മുഴങ്കാലിന്മേൽ ഇരുന്ന് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ ഇന്ന് അതൊന്നും വളരെ ഇല്ലെന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല, എങ്കിലും വളരെ കുറവാണ്. എണ്ണത്തില് ഒന്ന് കൈവിരളെ എണ്ണ പോലും ഉണ്ടാവത്തില്ല. സ്തോത്രം. എന്നാലും കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആ പഴയ കാലത്തിലേക്കൊന്ന് മടങ്ങി വരുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഇറങ്ങി ആരും ഓടിപ്പോവല്ലേ. 2-3 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. കഴിഞ്ഞ 25 വർഷത്തോളം അനുഭവങ്ങൾ പറഞ്ഞല്ലോ. സ്തോത്രം. ഞാന് ഇവിടെ എന്റെ ഷായിച്ചാൻ പിന്നീട് വിവാഹം കഴിച്ചു. അതിൽ ഒരു കുഞ്ഞാണോ ഉള്ളേ? ഒരു മോൻ. ഓക്കെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ അടുത്ത എന്തോ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓക്കെ. സ്തോത്രം. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ഞങ്ങളുടെ വിവാഹമൊക്കെ ഏകദേശം അടുത്തടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്റെ സ്നേഹിത ഷീബായെ പ്രിയ ഷായിച്ചാൻ വിവാഹം കഴിച്ചു. ഞങ്ങൾ ഒരു ഡിസ്ട്രിക്റ്റിലായിരുന്നു, റാന്നി സെന്ററിൽ. ഞാൻ കൊറ്റനാട് സഭയിലും അവള് വെള്ളിയറ സഭയിലും ആയിരുന്നു. അവള് വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു പ്രിയ ഷീബ. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അവൾ രോഗിയാകുന്ന. ആ കാലഘട്ടത്തിലാണ് ഞാനും ബലഹീനയായി കിടന്നത്. ഞാൻ ഇന്നിപ്പം ഷായിച്ചാനെ കണ്ടപ്പോ ഞാൻ ആ ദിവസങ്ങളെല്ലാം എന്റെ പുറകോട്ട് ചിന്തിക്കുമായിരുന്നു. കാരണം എന്റെ ഹസ്ബൻഡ് എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഷീബയുടെ വീട്ടില് ഇവിടെ ചെറിയ ദൂരമേ ഉള്ളൂ, 3-4 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ കൊണ്ടാക്കും. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ജീവിതം മൊത്തം. മമ്മി ഞങ്ങൾക്ക് ചോറും കറി ഉണ്ടാക്കി തരും. കാരണം ഞാനും വയ്യ, അവളും വയ്യ. അപ്പം അവൾ എന്നോട് എപ്പോഴും പറയായിരുന്നു, എന്നെ കണ്ട ഈ ഒരു രൂപമൊന്നുമല്ല, വേറൊരു അവസ്ഥയായിരുന്നു. കാരണം അതിലൊരു മഞ്ഞ കളറും പിന്നെ ശരീരം ഒന്നും തൊടാൻ പറ്റത്തില്ല, ഇങ്ങനെ അടർന്നു പോകുന്ന പോലെ ഒരു